സംസ്ഥാനത്തെ ബാർ സമയം രാത്രി 12 മണി വരെ നീട്ടാനുള്ള സർക്കാർ തീരുമാനത്തിൽ വിവാദം നുരയുകയാണ്. മുന്നണി യോഗത്തിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി നേരിട്ടാണ് സമയം കൂട്ടാനുള്ള തീരുമാനമെടുത്തത്. അതിനായുള്ള ഫയൽ നീക്കവും മിന്നൽ വേഗത്തിലാണ് നടന്നത്. ജനുവരി 29-ന് മന്ത്രി എം പി രാജേഷ് കൈമാറിയ ഫയലിൽ 31-ന് വൈകിട്ട് മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. ഫയൽ നീക്കത്തിന്റെ രേഖകൾ ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ആർ റോഷിപാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റോഷിപാലിത, വീണ്ടും ബാറുകളുടെ പേരിൽ ഒരു വിവാദം തെരഞ്ഞെടുപ്പിന് മുൻപ് ഉരുത്തിരിയുകയാണ്. ഇപ്പോൾ ബാറുകളുടെ സമയം കൂട്ടിയതിൽ 12 മണി വരെ നീട്ടാനുള്ള തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ചട്ടലംഘനമില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോഴും ഇന്ന് LDF കൺവീനർ പറഞ്ഞത് പത്രത്തിൽ കണ്ടാണ് ഈ വാർത്ത അറിഞ്ഞത് എന്നതാണ്. വിനിത, ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അത് തിരികൊളുത്തി കഴിഞ്ഞു. ഒന്ന്, സർക്കാർ ഈ ഫയലിൽ അതിവേഗത്തിൽ തീരുമാനമെടുത്തു എന്നാണ് അതിന്റെ ഫയൽ നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അത് നിഷേധിക്കുന്നുണ്ട്. ഒക്ടോബറിൽ തീരുമാനമാകേണ്ട വിഷയമാണ്, പക്ഷേ അത് നീണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷം ഇത് ആയുധമാക്കുമ്പോൾ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള വിശദീകരണം എക്സൈസ് മന്ത്രിയുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്നാണ് പറയുന്നത്. ടൂറിസത്തെ സഹായിക്കാൻ വിദേശ മലയാളികളടക്കം സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ബാറിന്റെ സമയപരിധി നിശ്ചയിക്കുന്നത് അത് ഗുണകരമല്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നതാണ് വാദം. പക്ഷേ അതിനെ പ്രതിപക്ഷം ഖണ്ഡിക്കുന്നു. സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ്. ഏതായാലും മന്ത്രി എം പി രാജേഷിന്റെ വിശദീകരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇനി പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള വിശദീകരണമാണ്. പ്രതിപക്ഷവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്തുള്ള സംസ്ഥാനങ്ങളിലടക്കം കൂടുതൽ സമയം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതിൻ്റെ ഒരു വാദമായി മന്ത്രി ഉയർത്തുന്നുണ്ട്. അത് ടൂറിസത്തിന് ഗുണകരമാകും എന്ന് മന്ത്രി പറയുന്നു. ആ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഈ ബാറിന്റെ സമയപരിധി കൂട്ടിയത് അത് വലിയ ചർച്ചയായി മാറും. കാരണം ക്രൈസ്തവ സഭകൾ ഒന്നാകെ ഈ വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി പരസ്യമായി തന്നെ രംഗത്തെത്തിയ സാഹചര്യവുമുണ്ട്. വിനീത, ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.